രീതി നേരിട്ട് നേച്ചറിൽ നിന്ന് പഠിക്കുക എന്നുള്ള രീതിയാണ്. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ മറ്റേ ജീവികളെ എന്നൊക്കെ പഠിക്കുക. അപ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ DNA ഷെയർ ചെയ്യുന്ന ചിമ്പാൻസി ആണല്ലോ. ഞാൻ ചിമ്പാൻസി ആയിട്ട് മറ്റേ ഹണ്ടർ ഗ്യാദർ ട്രൈബുമായിട്ടൊക്കെ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ചിമ്പാൻസി എടുത്താലും ഈ ചിമ്പാൻസിയുടെ ഡയറ്റ് എന്ന് പറയുന്നത് മെജോറിറ്റി വെജിറ്റേറിയൻ, മൈനോറിറ്റിയാണ് ഈ നോൺ വെജ് കഴിക്കുന്നത്. അതായത് മറ്റു പക്ഷികളുടെ മുട്ട, ചെറിയ സസ്തനി, ചെറിയ ടൈപ്പ് കുരങ്ങന്മാരോ അങ്ങനെ സസ്തനികളൊക്കെ കൊന്നു തിന്നും, ചെറിയ പ്രാണികളൊക്കെ പിടിച്ച് തിന്നും, അതൊക്കെയാണ് നോൺ വെജ് കഴിക്കുന്നത്. അപ്പോൾ ചിമ്പാൻസിയുടെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ചിമ്പാൻസി എന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കുമെന്നല്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ കാണാനുണ്ടായത്. ഇത് സോളമൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇവൻ പറയുന്നത് നമ്മൾ DNA ഷെയർ ചെയ്യുന്നത് ചിമ്പാൻസി ആയിട്ടാണെന്നാണ്. നമ്മൾ ചിമ്പാൻസിന്റെ ആ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എവല്യൂഷൻ മനസ്സിലാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചിമ്പാൻസി കഴിക്കുന്ന ഒരു പഴങ്ങൾ കഴിക്കണം. പണ്ടത്തെ ആൾക്കാർ പഴങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയും. ചിമ്പാൻസിന്റെ അല്ല ഹ്യൂമൻസ്, നമ്മൾ ഭൂമിയിൽ മനുഷ്യനായി നിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ പാരൻസ് അവർ കഴിച്ചുകൊണ്ടിരുന്നത് 50% ഈ കായികനികളും 50% വേംസും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ഗ്രാൻഡ് പാരൻസ്, ആ ഗ്രാൻഡ് പാരൻസ് കഴിച്ചുകൊണ്ടിരുന്ന 95% മരത്തിലുള്ള ചെറിയ ചെറിയ കായികനികളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ എവല്യൂഷൻ സംഭവിച്ച് നമ്മൾ വീണ്ടും കാർണിവറായി, അവിടെ നിന്ന് വീണ്ടും നമ്മൾ എങ്ങനെ ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തിന്ന് തുടങ്ങിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എവല്യൂഷൻ മനസ്സിലാക്കിയേ പറ്റുമോ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ കൺഫ്യൂഷൻ കൊണ്ട് മുന്നോട്ട് പോകും. ഇതൊരു ലോങ് വീഡിയോ ആണ്. ചെറിയ ചെറിയ പാട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഫിറ്റ്നസ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആണെങ്കിലും നിങ്ങൾ ഈ എവല്യൂഷൻ മനസ്സിലാക്കിയേ പറ്റൂ. എന്താണ് എവല്യൂഷൻ? എവല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും സംതിങ് സ്റ്റാർട്ട് ഫ്രം എന്തെങ്കിലും ഒരു ഓർഗാനിസം നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഐഫോണിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഐഫോൺ ഫസ്റ്റ് ഇറങ്ങിയതും ഐഫോൺ സെക്കൻഡ് ഇറങ്ങിയതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാടിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ചിലത് പുതിയത് വരും, ചിലത് പഴയതെടുത്ത് മാറ്റും. അങ്ങനെ ഐഫോൺ 10 നിന്ന് 14 വന്ന സമയത്ത് ചില കാര്യങ്ങൾ പുതിയതായിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചിലത് കാര്യങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എവല്യൂഷൻ സാഹചര്യം സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അപ്പം ഈ ചിമ്പാൻസിയും ഹ്യൂമൻസും എന്ന് പറയുന്നത് ഫസ്റ്റ് കസിൻസ് ആണ്. അത് അവരുടെ പാരൻസിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒന്നാണ്. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ എന്നെ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രജി ആൻഡ് രഞ്ജു ഇറ്റ്സ് എ സെക്കൻഡ് കസിൻ. ഓക്കെ, എൻ്റെ അച്ഛനും ഇവൻ്റെ അച്ഛനും എന്ന് പറയുന്നത് ഫസ്റ്റ് കസിനാണ്. ഇവരെ ഗ്രാൻഡ് ഫാദറും രഞ്ജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ബ്രദേഴ്സാണ്. ഓക്കെ, ഇവരെ അച്ഛൻ എന്ന് പറയുന്നത് ഒരാളാണ്. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ DNA കൊണ്ടുവരിക. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, രജി ആൻഡ് ബിജു ഇറ്റ്സ് എ ഫസ്റ്റ് കസിൻ. ഇവരെ അച്ഛന്മാർ രണ്ടാളും ഫാദേഴ്സ് എന്ന് പറയുന്നത് ബ്രദറാണ്. ഓക്കെ, ഇവരെ അച്ഛൻ ഒരാളാണ്. എന്തിനാണ് ഞാൻ ഈ എവല്യൂഷൻ ഇവിടെ കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഇതനുസരിച്ചിട്ടാണ്, അതായത് ഈ ഒരു ഗ്യാപ്പ് അനുസരിച്ചാണ് നമ്മളെ DNA എടുത്തിട്ടാണ് ഞാനും രഞ്ജു തമ്മിൽ എത്ര ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര എടുത്തിട്ടാണ് എത്ര ഗ്ലോസ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഹ്യൂമൻസും ചിമ്പാൻസിയും എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമനും ചിമ്പാൻസി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കസിൻസ് ആണ്. എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ കുരങ്ങിൽ നിന്നുണ്ടായതാണ്? ആക്ച്വലി ഓക്കെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏപ്സ് ആണല്ലോ. ഈ ഏപ്സും മങ്കിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് വാലുണ്ട്. കുരങ്ങന്മാർക്ക് വാലുണ്ട്, ഏപ്സിന് വാലില്ല. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഹ്യൂമനും ചിമ്പാൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് കസിനാണ്. ഹ്യൂമനും മങ്കീസും എന്ന് പറയുന്നത് ഒരു ഫിഫ്ത്ത് കസിനാണ്. അപ്പം അത്രയും വലിയ ജനറേഷൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഏപ്സിൽ വരുന്നതാണ്. ഈ ഏപ്സ് വിഭാഗത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ദ ഗ്രേറ്റ് ഏപ്സും, രണ്ട് ദ ലെസർ ഏപ്സും. അതേപോലെ തന്നെ മങ്കീനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മങ്കി എന്ന് പറയുന്നത് ഓൾഡ് മങ്കിയും ന്യൂ മങ്കിയും. ഈ ഓൾഡ് മങ്കി എന്ന് പറയുന്നത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്സ് ഭാഗത്ത് കാണപ്പെടുന്നതാണ്. ന്യൂ മങ്കീസ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് സൗത്ത് അമേരിക്കയിൽ കാണുന്നതാണ് ന്യൂ മങ്കീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏപ്സിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് ഹ്യൂമൻസ്. ഓക്കെ, പിന്നെ ചിമ്പാൻസി, ബൊണോബോസും ചിമ്പാൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, കാണാൻ ചിമ്പാൻസിൻ പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഗൊറില്ല, ഒറാങ്കൂട്ടാനാണ് ഏറ്റവും ഈ ചിമ്പാൻസി, ബോണോബോ അല്ലെങ്കിൽ ഏറ്റവും വെച്ചിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ ഗിബോൺ, അതാണ് ലെസർ ഏപ്പ്. ഗിബോൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിബോൺ മങ്കീസിന് കാണാൻ ഏകദേശം സിമിലറാണ്. അവർ വാക്ക് ചെയ്യുന്നതും നടക്കുന്നതും അവർ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ സിമിലറാണ്. പക്ഷേ ഗിബോൺസിന് എന്തില്ല, വാലില്ല. അതുകൊണ്ടാണ് ഏപ്സ് വിഭാഗത്തിൽപ്പെട്ടത്. ഇനിയാണ് നിങ്ങളൊരു മെയിൻ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് എല്ലാവരെയും പൂർവികരൻ എന്ന് പറയുന്നത് ഒരാളാണ്. ഒരു പോയിന്റ് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വരെ അതിന് DNA കിട്ടിയിട്ടില്ല. നമുക്കറിയാലോ DNA ആണ് ഇത്. സയന്റിസ്റ്റുകൾ റിസർച്ച് ചെയ്ത് അത്രയും കാലം കുഴിച്ചെടുക്കുന്ന കാര്യങ്ങളായ DNA എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഹ്യൂമൻസ് ആണ്, ഇത് ചിമ്പാൻസിയാണ്. ഓക്കെ, ഹ്യൂമൻസിൻ്റെയും ചിമ്പാൻസിൻ്റെയും പാരൻസ് അത് കഴിഞ്ഞ് ഗ്രാൻഡ് പാരൻസ് ഒരാളാണ്. ഗ്രാൻഡ് പാരൻസ് ഒരാളാണ്. അത് 60 ലക്ഷം മുമ്പ് ഉണ്ടായതാണ്. ഈ 60 ലക്ഷം മുമ്പാണ് ഈ ഹ്യൂമൻസും ചിമ്പാൻസും രണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഗൊറില്ലയും ഈ ഹ്യൂമൻസിൻ്റെ ഗ്രാൻഡ് പാരൻസ് തമ്മിൽ 80 ലക്ഷത്തെ വ്യത്യാസമുണ്ട്. ഒറാങ്കൂട്ടാനും ഈ നമ്മുടെ ഗ്രാൻഡ് പാരൻസും തമ്മിൽ
1,60,00,000 വ്യത്യാസമുണ്ട്. പിന്നെ ഗിബോണും നമ്മുടെ പാരൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 കോടിയാണ്. മങ്കിയും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 കോടി വർഷം മുമ്പാണ്. ഈ 3 കോടി വർഷം മുമ്പുള്ള ആകെപ്പാടെ നമുക്ക് കിട്ടിയത് 60 ലക്ഷം അല്ലെങ്കിൽ 70 ലക്ഷം മുമ്പുള്ള DNA അല്ലെങ്കിൽ സ്കെൽറ്റൻ ഒക്കെയാണ് കിട്ടിയത്. എങ്ങനെയാണ് നമ്മളെന്ന് പറയുന്നത് 90% ഈ പഴങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന് നടന്ന ആൾക്കാരാണ്. അതായത് ഹ്യൂമൻസിന് തൊട്ട് മുമ്പുള്ള ഗ്രാൻഡ് പാരൻസ് 90% നമ്മൾ എങ്ങനെ കഴിച്ചത് ഈ മരത്തിലുള്ള ചെറിയ ചെറിയ പഴങ്ങൾ കഴിച്ചിട്ടുണ്ടോ ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് കാർണിവർ ആയത്, എങ്ങനെയാണ് മൃഗങ്ങളെ തിന്നുന്ന ആൾക്കാരായതെന്ന് പറയുന്നത് നിങ്ങൾ എവല്യൂഷൻ പഠിച്ചേ പറ്റും. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് സ്റ്റെപ്പായിട്ട് വീഡിയോ ഇടാം, നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക.